അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങുന്ന ഒരാളാണോ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ആ തീരുമാനം എടുക്കുക. അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൊരു ഫാഷനാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മൊത്തം കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, സ്വർണ്ണത്തിൽ എങ്ങനെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും കൃത്യമായിട്ട് അറിയുന്നതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണും. റുപ്പി മങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ചെറിയ വീഡിയോകൾ തരുന്ന ചാനലാണ്. ആ വിഷയങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഹിന്ദു ദിവസമാണ്, ഹിന്ദു കലണ്ടറിലെ ഒരു ദിവസമാണ്. അക്ഷയ തൃതീയയുടെ അന്ന് സ്വർണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്വർണം നമുക്ക് വളരെയധികം ഐശ്വര്യം കൊണ്ടുവരും, അത് കാലാകാലം നിലനിൽക്കും എന്നൊക്കെയാണ് പലരും വിശ്വസിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നും പറയാൻ ഞാനില്ല. പക്ഷേ ഈ വീഡിയോയിൽ അക്ഷയ തൃതീയ എന്താണെന്നും അന്ന് സ്വർണം വാങ്ങുന്നതുമായിട്ട് എന്താണ് അതിന് ബന്ധമെന്നും സ്വർണം വാങ്ങണോ എന്നുള്ളതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ ചാന്ദ്ര ദിവസമാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾ അന്ന് ഉപവസിച്ചിട്ട് വിഷ്ണു ഭഗവാന് അന്നം നിവേദിച്ചിട്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം മോചിപ്പിക്കപ്പെടും എന്നാണ് വിശ്വാസം. ഹിന്ദു കലണ്ടർ പ്രകാരമുള്ള ഏറ്റവും നല്ല ഒരു ദിവസമാണ് അക്ഷയ തൃതീയ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും ഒരേപോലെ തെളിഞ്ഞു നിൽക്കുന്ന ദിവസമാണ് ഈ അക്ഷയ തൃതീയ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാലാകാലം നിലനിൽക്കും എന്ന് പണ്ടുള്ളവർ പറയുന്നത്. അപ്പോൾ അത് കുറേ പേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഇത് സ്വർണവുമായി ബന്ധപ്പെട്ട് വന്നത് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് ഇതിൽ ഏതോ ഒരു സ്വർണ്ണ മുതലാളിയുടെ ഭയങ്കര കൂർമ്മ ബുദ്ധിയാണെന്ന് തോന്നുന്നു ഈ അക്ഷയ തൃതീയ സ്വർണവുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിറ്റുപോകുന്ന ദിവസം എന്നാണ് ഈ അക്ഷയ തൃതീയയുടെ ദിവസമാണ് സ്വർണം ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതെന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ആവശ്യമുള്ളതിന് ഭക്ഷണവും ദാഹിക്കുന്നതിന് വെള്ളവും ആവശ്യമുള്ളതിന് വസ്ത്രവും ഒക്കെ ദാനം ചെയ്ത് നമ്മൾക്ക് അങ്ങനെയുള്ള പുണ്യങ്ങൾ ചെയ്ത് എത്തിക്കുന്ന ഒരു ദിവസത്തിനെയാണ് അക്ഷയ തൃതീയ. പക്ഷേ സ്വർണ്ണക്കടക്കാരത് വളരെ എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു, അവരുടെ ലാഭം കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് അതിന് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല കേട്ടോ. സ്വർണം വാങ്ങുന്നതും സൂക്ഷിക്കുന്നതൊക്കെ അത്ര മോശം കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ സ്വർണ്ണാഭരണങ്ങൾ ഇടാനും അല്ലെങ്കിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കാനും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണം ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? നിങ്ങൾക്ക് സ്വർണ്ണമുണ്ടോ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് സ്വർണ്ണത്തിലും നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ അതൊരിക്കലും നമ്മളുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 5% കൂടരുതെന്നാണ് പറയുക. അതായത് 1,00,000 രൂപയാണ് നമുക്ക് മൊത്തം സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 5,000 രൂപയിൽ കൂടുതലുള്ള സ്വർണ്ണം നമ്മൾ വാങ്ങി വയ്ക്കരുത്. അത് നമ്മൾ പറയുന്ന ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് സ്വർണം മേടിച്ച് വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർണം ഒന്നാമത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട്, രണ്ടാമത് സ്വർണ്ണ ആഭരണമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ വളരെയധികം ചാർജുകൾ, പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് നമുക്ക് വിൽക്കാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിൽക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് പൈസ കുറയ്ക്കുന്നു, ചളിയുടെ ചാർജ്, കല്ലിൻ്റെ ചാർജ് എന്നൊക്കെ പറഞ്ഞ് പൈസ കുറയ്ക്കുന്നു. എന്നിട്ട് വളരെ ചെറിയൊരു റേറ്റിലൊക്കെയാണ് സ്വർണ്ണം കിട്ടുക. പക്ഷേ ഇപ്പോൾ സ്വർണ്ണം എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റാരുടെയും സഹായം ഇല്ലാതെ പോയി ഗോൾഡ് ലോൺ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ഗോൾഡ് ലോണിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് മേളിൽ കാണാം, ഡിസ്ക്രിപ്ഷനിലും കാണാം. അപ്പോൾ സ്വർണം നമ്മളുടെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾക്ക് സ്വർണം കീപ്പ് ചെയ്യാം. ഏകദേശം ഒരു 5% ഉള്ള നമ്മളുടെ സേവിങ്സിനും സ്വർണം കീപ്പ് ചെയ്യാം. പക്ഷേ അതിൽ കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് കീപ്പ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. അതായത് സ്വർണം നമ്മളുടെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോലെ സ്വർണ്ണം അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുമോ? ഇല്ല. നമ്മളൊരു വീട് മേടിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് റെൻ്റൽ ഇൻകമോ മറ്റെന്തെങ്കിലും ഇൻകമോ ഒക്കെ കിട്ടും. അതേസമയം നമ്മളൊരു ഡെപ്പോസിറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഷെയർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിവിഡൻഡ് കിട്ടും. പക്ഷേ സ്വർണം
നമ്മൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഫിസിക്കലായിട്ടുള്ള ഫോമിൽ മേടിച്ച് വെക്കുകയാണ്, ആഭരണമായിട്ടോ കോയിനായിട്ടോ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ ഇരിക്കുന്നേ ഉള്ളൂ, നമുക്ക് ലാഭം കാര്യമായിട്ടില്ല. അതിൻ്റെ പൈസ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കട്ടെ, അതായത് സ്വർണം ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ കുറച്ച് മാത്രം പരിഗണിക്കും. പക്ഷേ ആവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരിക്കലും നമ്മൾ സമ്പാദ്യമായിട്ട് സ്വർണ്ണപ്പണയം വാങ്ങരുത് എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ പണിക്കൂലി പണിക്കുറവിൻ്റെ കാര്യങ്ങൾ. രണ്ടാമത്, അണിയാനുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള മാത്രം സ്വർണ്ണങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് മറ്റൊരു ടിപ്പ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വർണ്ണ കോയിനുകളും അല്ലെങ്കിൽ സ്വർണ്ണ ബാറുകളൊക്കെ വാങ്ങി വെക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പണിക്കൂലിയും പണിക്കുറവൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ പ്യൂരിറ്റിയും ഏകദേശം ഒക്കെ നല്ല രീതിയിലായിരിക്കും. സ്വർണ്ണമായിട്ട് വാങ്ങുമ്പോൾ അത് സൂക്ഷിക്കാനും അത് സംരക്ഷിക്കാനുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്, റിസ്ക്കും ആണ് അല്ലേ. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പേപ്പർ ഗോൾഡ്, അതായത് ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ടുകൾ, സോവറിൻ ബോണ്ടുകൾ എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കലായിട്ടുള്ള ഫോമിലല്ലാത്ത സ്വർണ്ണ നിക്ഷേപങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാകുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇന്നത്തെ ഈ കാര്യത്തിൽ പറയാൻ പോകുന്നത് ഗോൾഡ് ETF പറ്റിയാണ്. ഗോൾഡ് ETF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ഒരു മ്യൂച്വൽ ഫണ്ടാണ്. അതായത് നമ്മൾ അതാത് ദിവസത്തെ വിലയ്ക്ക് സ്വർണം വാങ്ങി നമ്മൾക്ക് സൂക്ഷിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിനെയാണ് ഗോൾഡ് ETF എന്ന് പറയുക. നിങ്ങൾക്ക് ഈ ഗോൾഡ് ബോണ്ടിനെയോ സോവറിൻ ബോണ്ടിനെയോ പറ്റി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതിന് അനുസരിച്ചുള്ള ഉത്തരങ്ങൾ തരാം. നമുക്ക് വേറെ വേണമെങ്കിൽ വീഡിയോ ചെയ്യുകയും ചെയ്യാം. അല്ലെ, ഗോൾഡ് ETF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വർണ്ണ വിലയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിനെയാണ് ഗോൾഡ് ETF എന്ന് പറയാം. ഇപ്പോൾ പറഞ്ഞ പോലെ സ്വർണ്ണപ്പണ്ടം വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള പണം കിട്ടാറില്ല അല്ലേ. പക്ഷേ ഗോൾഡ് ETF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുന്ന അന്ന് എത്രയാണോ വില അത്രയും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ചെറിയൊരു 1% അതിൽ താഴെയുള്ളൊരു കമ്മീഷൻ മാത്രമേ എടുക്കൂ. നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്വർണ്ണത്തിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പ്യൂരിറ്റിയുള്ള 99.5% പ്യൂരിറ്റിയുള്ള സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഗോൾഡ് ETF. ഇതിൻ്റെ വാങ്ങലും വിൽക്കലുമെല്ലാം ഓൺലൈൻ വഴിയാണ് നടക്കുക. അതായത് നമ്മൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, അവിടെ നിന്ന് ഗോൾഡ് ETF സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളതിലേക്ക് നമുക്ക് സ്വർണം വാങ്ങാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സൂക്ഷിക്കുന്നതിനെ പറ്റി ഇതിൽ ബേജാറാവേണ്ട കാര്യമില്ല അല്ലേ. സ്വർണ്ണം നമ്മൾ കൊണ്ടുപോയി സൂക്ഷിക്കണം. അതേസമയം ഈ ഗോൾഡ് ETF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പേപ്പർ ഫോമിലാണ്, നമ്മൾക്ക് ഇത്രയും സ്വർണ്ണത്തിൻ്റെ യൂണിറ്റുകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുക. അപ്പോൾ സൂക്ഷിക്കാനുള്ള എളുപ്പം മറ്റൊരു കാര്യമാണ്. പിന്നെ മുൻപ് പറഞ്ഞ പോലെ കമ്മീഷനും ട്രാൻസാക്ഷൻ ചാർജെല്ലാം വളരെ കുറവാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് ബാറുകളോ സ്വർണ്ണാഭരണങ്ങളോ മേടിക്കുന്നതിലൊക്കെ നല്ലത് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡ് ബോണ്ടുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോൾഡ് ETFകൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി ഈ ഗോൾഡ് ETF എങ്ങനെ തുടങ്ങാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ക്വിക്കായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അത് വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. ഇപ്പോൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും. അല്ലാത്തവർക്ക് ജിയോജിത്തോ സെരോദയോ ഒക്കെ പോലുള്ള കമ്പനികളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാൻ കാർഡ്, നമ്മുടെ ID കാർഡ്, അഡ്രസ് പ്രൂഫ്, ഫോട്ടോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ജിയോജിത്തോ സെരോദയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുള്ള ബ്രോക്കർമാരാണ്. അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് ഈ മേളിലുള്ള ലിങ്ക് വഴി കാണാം. അതിനുശേഷം ഒരു 1-1.5 ആഴ്ചക്കുള്ളിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആവും. എന്നിട്ട് അതിൽ ഗോൾഡ് ETF നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് ETFs കിട്ടും. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് വിൽക്കാം. അന്നത്തെ വില ഗോൾഡ് വാങ്ങി വിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഗോൾഡ് ETFൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാം.